നമ്മൾ ശരിക്കും ഞാൻ ബേസിക്കലി നടത്തുന്നത് ഞാനൊരു വിദ്യാഭ്യാസ പരിപാടി നടത്തുന്നത്. ഐ എം ആക്ച്വലി ട്രൈങ് ടു റീഫോം ദ സോഫ്റ്റ്വെയർ, നോട്ട് ദ ഹാർഡ്വെയർ ആക്ച്വലി. കാരണം രാഷ്ട്രീയത്തിൽ ഇപ്പം അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പോൾ ഓക്കെ, നിങ്ങൾ ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ബിലോങ് ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടീസ്. അത് അങ്ങനെ തന്നെ പറഞ്ഞു തന്നെ പോകും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്താണ്? അധികാരം സ്വന്തമാക്കുക, അവരുടെ അജണ്ട നടപ്പിലാക്കുക. ഇപ്പൊ എത്തീസ്റ്റ് എന്ന് പറയുന്ന ഒരാള് അയാൾ എന്താ ശ്രമിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ ചിന്താശൈലി ശാസ്ത്രത്തിൻ്റെതാക്കി മാറ്റുക, സയന്റിഫിക് മെത്തഡോളജിയാണ്. ഇത് മാറ്റാനായിട്ട് നിങ്ങൾ പറയുന്ന ഭൗതിക സാഹചര്യങ്ങൾ മാറ്റിയാൽ ആവിയായി പോകുന്നതാണോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. അല്ല എന്ന് ഖണ്ഡിതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾ ഗ്രാംഷിയുടെ ഒരു ക്ലാസ്സിൽ ഈ തട്ടുതട്ടുകളായിട്ടൊക്കെ വിഭജിക്കുന്നില്ല. സാംസ്കാരിക പ്രവർത്തകരും ബൗദ്ധിക നേതാക്കന്മാരും അവരുടെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ എത്രമാത്രം പ്രാധാന്യമാണെന്നാണ് ഗ്രാംഷി പറയുന്നത്. ഗ്രാംഷി ജയിലൊക്കെ കടന്നിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ്. ഇപ്പോ ഉദാഹരണമായിട്ട് എടുക്കുക, ഒരു പാവപ്പെട്ട ഒരാൾ, ഒരു തൊഴിലാളിയാണ്. അയാൾ അധ്വാനത്തിലൂടെയോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനത്തിലൂടെയോ അയാളുടെ നില മെച്ചപ്പെടുത്തുന്നു. അയാളൊരു അന്ധവിശ്വാസിയാണ്. അയാൾ ആ ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കുപ്പി എണ്ണ വാങ്ങിച്ചു കൊടുക്കും, ഒരു 100 ഗ്രാം എണ്ണ. അയാൾ കുറച്ചുകൂടെ സൗകര്യമുണ്ട്, അയാൾ എന്ത് ചെയ്യും? 1 കിലോ എണ്ണ വാങ്ങിച്ചു. കുറച്ചുകൂടെ സൗകര്യമാകുമ്പോൾ അയാൾ ഒരു ഓട്ടോറിക്ഷയിൽ വരും. കുറച്ചുകൂടെ സൗകര്യമാകുമ്പോൾ അയാൾ സ്വന്തം കാറിൽ വരും. പിന്നീട് അയാള് വിഗ്രഹം സ്ഥാപിച്ചു കൊടുക്കും, വിഗ്രഹത്തിന് സ്വർണം പൂശി കൊടുക്കും, കൊടിമരം സ്വർണം പൂശി കൊടുക്കും. അയാളുടെ സാമ്പത്തികമായ നില മെച്ചപ്പെടുന്നതനുസരിച്ച് അയാളുടെ അന്ധവിശ്വാസത്തിന്റെ ആഴവും പരപ്പും തൂക്കവും വർദ്ധിക്കും. എന്താണ് ഉദാഹരണം? റിലയൻസ്, അംബാനിക്ക് ആദ്യം കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉണ്ടായിരുന്നു, വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അംബാനിയിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള മസ്തിഷ്ക നിലപാടുകൾ അദ്ദേഹത്തിന്റെ മുൻഗാമികളിൽ നിന്ന് കിട്ടിയതാണ്. അദ്ദേഹം വിമാനങ്ങളിൽ സഞ്ചരിക്കാൻ തുടങ്ങി, അദ്ദേഹം സ്വന്തമായി കമ്പനികൾ ഓൺ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഇപ്പോഴും വരുമ്പോൾ അംബാനിയുടെ മക്കള് ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്ധവിശ്വാസികളൊന്നും. കഷ്ടപ്പാടില്ല, ദുരിതമില്ല, ഒന്നുമില്ല, അല്ലേ? എന്തായാലും അംബാനിക്ക് ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി വരാനിരിക്കുന്ന തലമുറയും ഈ സോഫ്റ്റ്വെയറുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ കുത്തകളെയും നോക്കുക. ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള എല്ലാ സാമ്പത്തിക മേഖലകളിലും ഉന്നതി നിൽക്കുന്ന ആളുകളെല്ലാം നോക്കുക. അവരെല്ലാം അന്ധവിശ്വാസികളാണ്. അവരുടെ സാമ്പത്തികവും ഭൗതികമായ അവസ്ഥയ്ക്ക് എന്നേ മാറി. അവർ സുഖത്തിന്റെ അവർക്ക് ഒന്നിനും കൺസേൺ ആവേണ്ട കാര്യമില്ല. ഒരു വലിയൊരു അവസ്ഥയിലാണ്. പക്ഷെ അവർ അന്ധവിശ്വാസം അതനുസരിച്ചാണ് വരുന്നത്. അവർ 1 ലക്ഷം രൂപ കൊടുത്തിരുന്നിട്ട് ഇപ്പം 10 കോടി രൂപയാണ് അമ്പലത്തിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുക്കുന്നത്. അതായത് സാമ്പത്തികമായ ഭൗതികമായ പുരോഗതി ഉണ്ടാകുന്നതനുസരിച്ച് ഈ അന്ധവിശ്വാസ പ്രവണതയിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അതങ്ങനെ ഉണ്ടാകുമെന്ന് ധരിച്ചത് അബദ്ധം. ഇനി 2, വിദ്യാഭ്യാസം. ചില ആൾക്കാർ പറയാറുണ്ട് വിദ്യാഭ്യാസമൊക്കെ ചെയ്യുമ്പോൾ കുറെയൊക്കെ വെളിച്ചമൊക്കെ വരും, ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മെല്ലെ ഇല്ലാതാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് PhD ഒക്കെ എടുത്ത് സയന്റിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ സംസാരിക്കുന്നതൊന്ന് കേട്ടു നോക്കും. നിങ്ങളുടെ മുത്തശ്ശി സംസാരിക്കുന്നതിനെക്കാട്ടി കഷ്ടമായിട്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങളുടെ അന്ധവിശ്വാസപരമായ ധാരണകൾ എന്ന് പറഞ്ഞാൽ ചില മസ്തിഷ്ക നിലപാടുകളാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ ക്വാണ്ടം ഫിസിക്സ് പഠിക്കുമ്പോഴും ഈ സാധനം നിങ്ങൾ ടച്ച് ചെയ്യുന്നില്ല. ഈ സാധനം നിങ്ങൾ സ്ക്രൂട്ടണിക്ക് വിധേയമാക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അതിനൊരു പരിശീലനമില്ല. നിങ്ങൾ എത്ര പഠിച്ചു പോയാലും ക്വാണ്ടം ഫിസിക്സിന് എന്റെ മതം കയറ്റാൻ പറ്റുമെന്നേ ഞാൻ നോക്കത്തുള്ളൂ. അല്ല, ക്വാണ്ടം ഫിസിക്സിന്റെ വെളിച്ചത്തിൽ എന്റെ മതത്തെ വിലയിരുത്താനുള്ള ഒരു പരിശീലനവും ഒരു പ്രവണതയും എനിക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ തുമ്പയിൽ റോക്കറ്റ് വിടുമ്പോൾ ചാലക്കമ്പോളത്തിൽ തേങ്ങ കിട്ടാനില്ലാത്ത അവസ്ഥ. പിന്നെ ശാസ്ത്രം പഠിക്കുന്നതും വിദ്യാഭ്യാസം നേടുന്നതും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മോചിതമാകാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും there is no guarantee.